ഒരു സംശയം, രാഷ്ട്രീയ സംശയമാണ്. പതുക്കെ പതുക്കെ ഇന്ത്യ മുന്നണി ഇല്ലാതാവുകയാണോ എന്നൊരു തോന്നൽ. കാരണം ദില്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പറഞ്ഞു കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവാണ്. കെജ്രിവാളാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ നോക്കൂ, ബഹളമാണ്. അദാനിയുടെ പേരിലാണ് ബഹളം വെക്കുന്നത്. പക്ഷേ അദാനിയുടെ പേരിൽ ബഹളം വെക്കാൻ ഇപ്പോൾ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. തൃണമൂൽ കോൺഗ്രസ് ഇല്ല, സമാജ്വാദി പാർട്ടി ഇല്ല, DMK ഇല്ല. എന്തിന് CPM-ഉം CPI-യും പോലും അദാനി എന്ന് പറഞ്ഞ് ബഹളം വെക്കണ്ട എന്ന് പറയുന്നു. പതുക്കെ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണ്. കോൺഗ്രസ് ഒറ്റപ്പെട്ടു. മഹാരാഷ്ട്രയുടെ കഴിഞ്ഞ ഒഴി കോൺഗ്രസിലുള്ള വിശ്വാസം പോയോ? ഹരിയാനയും മഹാരാഷ്ട്രയും കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിന് ചുമന്നാൽ നമുക്ക് നഷ്ടം വരും എന്നല്ലാതെ നമുക്കൊരു പ്രയോജനമില്ല എന്നുള്ളത് സഖ്യകക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ ഒട്ടും സഹകരിക്കുന്നില്ല. ആപ്പും ഇതിനെയും കൊണ്ട് നടന്നിട്ട് പ്രയോജനമില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ബലം വന്ന ദിവസം തൃണമൂൽ MP കല്യാൺ ബാനർജി പറഞ്ഞിരുന്നു, ഇനി ഇന്ത്യ സഖ്യത്തിന് രാഹുലല്ല മമത ബാനർജി നയിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. തോൽക്കുകയല്ലാതെ കോൺഗ്രസ് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണ്. മമത നയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മമത ഇന്ത്യ സഖ്യത്തെ നയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മാണിക്യം ടാഗോർ ഉണ്ടല്ലോ, ഇപ്പം നിരന്തരം ചാനലിലൊക്കെ വരുന്നത്, അയാളത് തള്ളിയിട്ട് പറഞ്ഞു എന്തൊരു തമാശ എന്ന് പറഞ്ഞു. രാഹുൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ നയിച്ചൊറ്റപ്പെട്ടോട്ടെ എന്നുള്ളതായിരിക്കും കോൺഗ്രസ്സുകാരും ധരിക്കുന്നത്. ഈ ഇന്നലെ നടന്ന കോൺഗ്രസിൻ്റെ വാക്കൗട്ട്, ഈ കർഷക പ്രശ്നം പറഞ്ഞിട്ടാണ് വാക്കൗട്ട് നടന്നത്. അതിൽ സഖ്യകക്ഷികളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. ആപ്പ് ഉണ്ടായിരുന്നില്ല, CPI ഉണ്ടായിരുന്നില്ല, CPM ഉണ്ടായിരുന്നില്ല, തൃണമൂൽ ഉണ്ടായിരുന്നില്ല, SP ഉണ്ടായിരുന്നില്ല, DMK ഉണ്ടായിരുന്നില്ല. എന്തിന്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോണ്ടി വന്നു. അപ്പോൾ ഈ കോൺഗ്രസ് ഒഴിച്ചുള്ള ഈ കക്ഷികൾ ഇറങ്ങിയില്ലല്ലോ. അത് ആ കക്ഷികളുടെ ഒരു പദ്ധതി ആയിട്ടാണ് ഈ ദേശീയ പത്രങ്ങളിലൊക്കെ കാണുന്നത്. അതായത് കോൺഗ്രസ് തന്നെത്താനെ ഇറങ്ങിപ്പോക്കോട്ടെ, നമ്മളൊന്നും അതിൻ്റെ കൂടെ കൂടണ്ട എന്നവർ നിശ്ചയിച്ചുറപ്പിച്ച പോലെയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. BJP നേരിട്ടുകൊണ്ടാണ്, സ്തംഭിച്ചുകൊണ്ടല്ല, പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ മുന്നേറേണ്ടത് എന്ന് TMCയുടെ MP ഡെറിക് ഒബ്രിയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. TMC MP-മാർ പച്ചയ്ക്ക് പറയുന്നുണ്ട്, പരസ്യമായിട്ട് തള്ളിപ്പറയുന്നുണ്ട് കോൺഗ്രസിനെ. സഖ്യത്തിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ടുവരുന്നത്. എന്നിട്ട് ഇത് അഡ്ജേൺ ചെയ്തുകൊണ്ടിരിക്കുക. സഭ മാറ്റിവെക്കുക. സഭയിൽ ശരിക്കും ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയല്ലേ? അതെ. ബില്ലുകൾ വരുന്നില്ല, ചർച്ചയില്ല. ബില്ലുകൾ അവതരിപ്പിക്കുന്ന ബില്ലുകളെ കുറിച്ച് ബില്ലുകൾ വരുന്നുണ്ട്, അതിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. എന്ന് മാത്രമല്ല, ആദ്യത്തെ ആഴ്ച ലോക്സഭ 66 മിനിറ്റ് മാത്രമാണ് സമ്മേളിച്ചത്. 34.9 മണിക്കൂർ വേസ്റ്റായിപ്പോയി. 52.35 കോടി രൂപ നഷ്ടം. ഇതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പാർലമെന്റ് സ്തംഭിക്കുമ്പോൾ എത്ര കോടി രൂപയാണ് പോകുന്നത്. അപ്പോൾ സഖ്യത്തിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്നും ഈ സഖ്യകക്ഷികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ EVM-ന്റെ കാര്യത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി വേണം എന്നാണ് ഇയാൾ പറയുന്നത്. ഇത് പാർലമെന്റ് സമ്മേളനത്തിന് 3-4 ദിവസം മുമ്പ് ആപ്പിനോടും TMCയോടും ഇയാൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പൊ ജനങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, നമ്മളത് ചർച്ച ചെയ്യണ്ട. അതിൻ്റെ മമതയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാവത്തില്ല, മമയ്ക്ക് ഇതൊരു പ്രശ്നമില്ല കൊണ്ടില്ലല്ലോ. മാത്രമല്ല കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളും ഒക്കെ ഇല്ലേ. പിന്നെ EVM എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ ചെലവാകുന്ന പ്രശ്നമല്ല. അതിന് ജോയിന്റ് പാർലമെന്ററി സമിതി എന്നും പറഞ്ഞ് താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ രണ്ടുപേരും പറഞ്ഞതാണ് രാഹുൽ ഗാന്ധിയോട്. പിന്നെയും രാഹുലിന് മാത്രമേ അതിൻ്റെ അകത്ത് താല്പര്യമുള്ളൂ EVM എന്നും പറഞ്ഞ് നടക്കാൻ. സമ്മേളനം തുടങ്ങും മുമ്പ് തന്നെ ഈ പപ്പുമോൻ TMC ആപ്പ് അവരോടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് TMC തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഈ യോഗം വിളിക്കുമല്ലോ, സഖ്യകക്ഷികളുടെ യോഗം, അതിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവർ പോവാറുമില്ല, നേരത്തെ തന്നെ പോവാറില്ല. ഇപ്പോൾ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്റ് അതിൻ്റെ പണി നടന്നു പോകണം എന്നാണ് TMC പറയുന്നത്. പാർലമെന്റിന്റെ അതൊരു ശരിയായ തീരുമാനമാണ്. മാത്രമല്ല അവർക്ക്
ബംഗ്ലാദേശ് കാര്യം ഉം. ചർച്ച ചെയ്യണം ഉം. എന്ന് അവർ പറഞ്ഞിരുന്നു. ഉം. DMKക്ക് ചുഴലിക്കാറ്റ് ഉം. ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഉം. ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ പാർട്ടിക്ക് പറയാനുണ്ട്. സമ്പൽ SP ക്ക് ചർച്ച ചെയ്യണം. SP ക്ക് ചർച്ച ചെയ്യണം. ഉം. ഇതൊക്കെ നടക്കാതെ ഇയാള് ഈ അദാനി വിഷയം പറഞ്ഞിട്ട് ഇങ്ങനെ സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനത്തിനും താല്പര്യമില്ല, ഞങ്ങൾക്കും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ സമ്പലിൽ പോകാൻ പോകണം, പ്രിയങ്കയും കൂട്ടിയിട്ട്. ഇയാൾ മറ്റേ പ്രതിപക്ഷ നേതാവാണ്, ബാക്കിയുള്ളവരെല്ലാം കൂടി സീറ്റ് ഉണ്ടാക്കി കൊടുത്തതല്ലേ. അതെ. സമ്പലിൽ ഇയാൾ പോകുന്നതിൽ SP ക്ക് എന്താ താല്പര്യം? SP ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ. പിന്നെ പാകിസ്ഥാന്റെ ഒക്കെ വെടിയുണ്ടകളോ നമ്മൾ ഇന്നലെ അത് ഡിസ്കസ് ചെയ്തു. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇയാള് മറ്റേ പാർലമെന്റ് നിർത്തി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ SP ക്ക് താല്പര്യമൊന്നുമില്ല. ഉത്തർപ്രദേശിൽ ഇയാൾ കയറി കളക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളുടെ മണ്ഡലത്തിൽ ജയിച്ചത് തന്നെ SP വിചാരിച്ചിട്ടാണ് എന്നുള്ളതൊക്കെ SP ക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ TMCയുടെ MP സമീക് ഭട്ടാചാര്യ പറഞ്ഞു ഇന്നലെ, കോൺഗ്രസ് ഈസ് ഹാമിങ് ദി ഡെക്കോറം ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യത്തിൻ്റെ തന്നെ മര്യാദയൊക്കെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പൊ അത്രയും വിവരമെങ്കിലും ഡെറിക് ഒബ്രയൻ ഒക്കെ വലിയ ഇന്റലക്ച്വൽ ആണ്. അതെ. അപ്പൊ അതുകൊണ്ട് മുമ്പ് ക്വിസ് പരിപാടി ഒബ്രയന്റെ കുറെ പുസ്തകങ്ങളും ഉണ്ട്, ബെസ്റ്റ് സെല്ലറാണ്. അതെ. അപ്പോ മറ്റേ TMC ഇല്ല, ആപ്പില്ല. കോൺഗ്രസ് ജനത്തിൻ്റെ അടുത്ത് പോയാൽ മറ്റേ ഈ സമീക് ഭട്ടാചാര്യ പറഞ്ഞു, ഇപ്പൊ സത്യത്തിൽ ഈ അവസ്ഥ നോക്കുക, TMC ഇല്ല, ആപ്പില്ല, കോൺഗ്രസ് ജനത്തിൻ്റെ അടുത്ത് പോയാൽ ജനം തിരസ്കരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാണ് സംഭവം. കോൺഗ്രസിനിപ്പോൾ പോയിരിക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, പാർലമെന്റിന്റെ മെയിൻ ഗേറ്റ്. അദ്ദേഹം പറഞ്ഞാണ് ഇന്നലെ, അവരെ എപ്പോഴും പാർലമെന്റിന്റെ മെയിൻ ഗേറ്റിൽ കാണാം. പാർലമെന്റിന്റെ അകത്തിരിക്കേണ്ടവരാണ്, അവിടെ കാണാം. അപ്പോൾ കോൺഗ്രസ് TMCയെ പൊതുവെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ അവർക്കുണ്ട് ഈ സഖ്യത്തിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് മമത ആവണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ ഉയർത്തിക്കാട്ടണം എന്നും TMC പറഞ്ഞിരുന്നു. അത് പറ്റില്ലല്ലോ, കുടുംബത്തിൽ നിന്ന് വേണമല്ലോ. അത് തിരസ്കരിച്ചിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ ഇപ്പോൾ TMCയെ ഖാർഗെ കാണാറേ ഇല്ല, ഒരു കാര്യത്തിലും കാണാറില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങേര് പറഞ്ഞു എല്ലാം ഒരു നാടകമാണ് എന്ന് TMC MP സമീക് ഭട്ടാചാര്യ പറഞ്ഞു. കോൺഗ്രസ് ഇങ്ങനെ ഒരു നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തരൂര് കഴിഞ്ഞ ദിവസം പറഞ്ഞു അകത്ത് പ്രതിഷേധം നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. തരൂര് അത് മനസ്സിലായി. പുറത്തെ പ്രതിഷേധം കണ്ടു, തരൂരിന്റെ മടി കയറി കുരങ്ങനിരിക്കുന്ന ഫോട്ടോ. അതെ അതെ, അകത്താണോ പുറത്താണോ എന്ന് മനസ്സിലായല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടി കിടന്ന് ഉറങ്ങിയിട്ടും ഒക്കെയാണ് പോയത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ആളുകൾ ഇപ്പൊ കോൺഗ്രസിലുണ്ട് എന്ന് കുരങ്ങ മനസ്സിലായി വരികയാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസിനെ ഒരു സംസ്ഥാനത്തും ആ സംസ്ഥാനത്ത് ശക്തിയുള്ള പാർട്ടികൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, അടുപ്പിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ മറ്റേ കോൺഗ്രസിൻ്റെ പദയാത്ര നടക്കുന്നുണ്ടായിരുന്നു, ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അവരുടെ കോൺഗ്രസ് ഡൽഹി പ്രസിഡന്റ് നടത്തുന്നുണ്ടായിരുന്നു, ആപ്പിൻ്റെ സഹായമില്ലല്ലോ. അതുകൊണ്ട് ആരും അറിഞ്ഞുമില്ല അങ്ങനെ ഒരു പദയാത്ര നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഹരിയാനയിലാണെങ്കിൽ ആപ്പിന് സീറ്റ് കൊടുത്തില്ല മറ്റേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത്. അതുകൊണ്ട് ആപ്പിന് ഇവരെ ആവശ്യവുമില്ല. തുടർച്ചയായിട്ട് 3 തവണ കോൺഗ്രസിനവിടെ 0 സീറ്റ് ഡൽഹിയിൽ കിട്ടി. 0 ഇനിയും 0 വീണ്ടും പോകാൻ പോകുന്നത്. അതെ, മുമ്പ് 3 തവണ തുടർച്ചയായിട്ട് ഷീല ദീക്ഷിത് ഭരിച്ചിരുന്ന സ്ഥലമാണ്. ആപ്പുമായിട്ട് ചേർന്നിട്ട് ഇത്തവണ ഒരു 5-10 സീറ്റ് കിട്ടും സഖ്യത്തില്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്നും കിട്ടിയില്ല, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നിലംപരിശായ അവസ്ഥയിലാണ് കോൺഗ്രസ് നടക്കുന്നത്. 2013 കോൺഗ്രസിൻ്റെ 15 വർഷത്തെ ഭരണം
ആപ്പ് ഇല്ലാതാക്കി 2015, 2020 നിയമസഭയിലുമൊക്കെ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഡൽഹിയിൽ വീണ്ടും 0-ലേക്ക് പോകണം, മറ്റ് സംസ്ഥാനങ്ങളിലും ഇല്ല. കോൺഗ്രസ് ഒറ്റപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് മാത്രം ബോധ്യമില്ല. പുള്ളി പറയുന്നത് 99 സീറ്റുണ്ട്, 100-ൽ 99 കിട്ടിയെന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കുന്നത്. മോദി പറഞ്ഞല്ലോ 525 ചെറുക്കായി 99 കിട്ടിയതെന്ന്. അതും മറ്റുള്ളവരുടെ മുതുകത്ത് പോയിട്ടാണ്. ഈ ഇപ്പൊ തരൂരിന്റെ മേത്തിരിക്കുന്ന കുരങ്ങിനെ പോലെയാണ്. അതെ അതെ അതെ. ഈ വേറെ ആളുകളുടെ ചുമലില് തൂങ്ങിയിട്ടാണ്. അത് നല്ല പ്രയോഗമായി. തരൂരിന്റെ ദേഹത്ത് കുരങ്ങനെ പോലെയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെയാണ് ഈ സീറ്റെല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇനി ഒരാളും കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് ശക്തനാവുകയല്ല, ദുർബലനാവുകയും അപഹാസ്യനാവുകയുമാണ് ചെയ്യുന്നത്. പുള്ളി മറ്റേ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം വളരെ ശക്തനായി. മറ്റേ സോറോസിന്റെ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, ഫണ്ട് കൊടുത്തിരുന്നു, ആഞ്ഞടിച്ചു. ഇങ്ങനെ സീറ്റ് കിട്ടി എന്നൊക്കെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കേരളത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ ഈ സീറ്റൊക്കെ കിട്ടി എന്നുള്ളതൊന്നും, ഉത്തർപ്രദേശിൽ എങ്ങനെ കിട്ടി, എങ്ങനെയാണെങ്കിലും സീറ്റാണ് പോട്ടെ. പക്ഷെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫ് തലകുത്തി വീഴുകയാണെന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. അപ്പം രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിക്ക് സംഭവിക്കാൻ പോവുകയാണ്. 1 വർഷമായില്ല ഭരണം വീണ്ടും 3-ാം തവണ മോദിക്ക് കിട്ടിയിട്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് കൂടുതൽ ഈ ബന്ധം ശിഥിലമായി ഇത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്രയൊന്നും പോകണ്ട, അതിനു മുമ്പ് തന്നെ പല പാർട്ടികളും പല വഴിക്ക് പോകുമെന്ന് തോന്നുന്നു. അത് ഒരു സംശയമില്ല. കാരണം ആ പാർട്ടിയിലുള്ള ആളുകൾക്ക് വേറെ പാർട്ടികളിലൊക്കെ പോയി ചേരുന്ന പോലെ. ഇപ്പൊ കേരളത്തിൽ ഇന്ന് രാവിലെ ഒരാൾ സംസാരിക്കുമ്പോൾ CPM-ന്റെ അവസ്ഥയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ CPI-യുടെ അവസ്ഥ തീർന്നു. CPI പലയിടത്തും പിരിച്ചുവിട്ടിട്ട് കുറച്ച് പേര്, മറ്റേ ആലപ്പുഴയിലെ ഒരാളാണ് വിളിച്ചത്, 1500 പേര് ആ കുട്ടനാട് ഭാഗത്തുമൊക്കെ പോയി CPI-ന്ന്, 750 പേര് BJP പോയി, പിന്നെ കുറച്ച് പേര് CPM പോയി, ബാക്കിയുള്ളവർ വേറെ പാർട്ടിയൊന്നും ഇല്ലാതെയൊക്കെ വീട്ടിൽ പോയൊക്കെ ഇരിക്കുകയാണ്. വിശ്രമം മതി. അപ്പോൾ CPI-യുടെ അസ്തമയം പോലെയാണ് CPM-ന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ അസ്തമയത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.